ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പാണ്. മോർണിംഗ് സെക്ഷനിൽ ഇവിടെയുള്ള ടെക്നിക്കൽ എറേഴ്സ് കാരണം എനിക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് എടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്ററാണ് ഡീൽ ചെയ്യുന്നത്. So before going to the chapter, it is crucial to introduce you to the basic terms. That is, what is nationalism, what is nation, what is nation state, then why nationalism. Like that, so many terms are there. So my duty here is to make sure you are able to understand each words, okay, and ideas. Then why this chapter? In the whole of your history textbook, we can see that the rise of nationalism in Europe, the rise of nationalism in India, like that. So why this as the first chapter? Because the nation spirit or the cry for to form a nation and having a government or to rule us in a definite way, that is in a correct way, all people demanded these things after the so-called French Revolution. ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഫ്രീഡത്തിനെ കുറിച്ചും ഒരു നേഷൻ വേണം. അതിനു മുമ്പ് വരെ സ്കാറ്റേഡ് ആയിട്ടുള്ളൊരു കുറേ ലാൻഡിൽ ആൾക്കാർ താമസിക്കുന്നു എന്നല്ലാതെ ഒരു പ്രോപ്പർ ഗവർണിംഗ് സിസ്റ്റമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. സോ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, നൈബറിങ് ആയിട്ടുള്ള റീജിയനിലോട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി ആയാലും ഗ്രീക്ക് ആയാലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ടുവേഴ്സ് അവർ ഇന്ത്യയും ഈ ഒരു സ്പിരിറ്റ് റീച്ച് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇയർ എപ്പോഴാണ്? 1789, അതായത് 18th സെഞ്ച്വറീസിലാണ് ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് വരുന്നത്. അതിനുശേഷം ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുകയാണ്. സോ ഇതാണൊരു ബേസിക് ടെർമിനോളജി എന്ന് പറഞ്ഞത്. സോ we are now going to understand about what are the terms inside it, okay, in the heading. What is nationalism? Nationalism means an identification with one's own nation and supporting its interest. That is nationalism. Why nationalism means നമ്മൾ ഒരു റീജിയനോട് നമുക്ക് തോന്നുന്നൊരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെ ഗവേൺ സിസ്റ്റം നമ്മൾ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു നാഷണലിസമാണ്. ഓക്കെ, ദേശസ്നേഹവും നമുക്ക് പറയാൻ പറ്റും. വാട്ട് ഇസ് നാഷണൽ സ്പിരിറ്റ്? ഒരു ഓൺനെസ് ഫീലിംഗ്. ഓക്കെ, എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പം ഇന്ത്യൻസ്, അവിടെ നമ്മൾ കേരളൈറ്റ്സ്, തമിഴിയൻസ്, കർണാടക പീപ്പിൾ അല്ലെന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻസ് എന്ന് വിചാരിക്കാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീലിങ്സ്, അതിന് നമുക്ക് നാഷണലിസം എന്ന് പറയാൻ പറ്റും. നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്സിൽ നിന്നാണ് നമുക്ക് നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. സോ വാട്ട് ഇസ് എ നേഷൻ? നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സിമ്പിൾ ഡെഫിനേഷനാണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻ, ഇൻസൈഡ് നേഷൻ ദർ വിൽ ബി സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റാണ്. അവിടെ ഒരു ഗവർണിംഗ് സിസ്റ്റം കാണും. അവിടെ കുറേ കോമൺ കാര്യങ്ങളുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻസാണ് നടത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ 8th ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ ദ മേക്കിംഗ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച് കാണും. ഇവിടെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണ് കുറേയൊക്കെ റീജിയൻ ഇത് ചെയ്തത്. ഇപ്പം മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കൂടുതൽ. അത് കണക്ക് ഓരോ റീജിയനും അങ്ങനെ ലാംഗ്വേജ്, അതായത് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു നേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വി വാണ്ട് എ ടെറിട്ടറി, വി വാണ്ട് പീപ്പിൾ, ദോസ് പീപ്പിൾ ഹൂ ആർ ഷെയറിങ് കോമൺ തിങ്സ് വേണം. ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്ന സിസ്റ്റത്തിലല്ല വേറെ കുറേ പേര് ബിലീവ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് വ്യൂസാണ്. ഇവരെല്ലാം കൂടെ ഒരിടത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കുറേ പീപ്പിളിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇന്ത്യയിലെ പ്രത്യേകത എന്തുവാണ്? വി ഹാവ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ അതാണ് നമ്മളുടെ പ്രത്യേകത. വി ആർ യുണൈറ്റഡ് ഈവൻ ദോ വി ആർ ഡൈവേഴ്സ്. നമ്മൾ ഡിഫറെൻ്റ് ആണ്, പക്ഷേ നമ്മൾ യുണൈറ്റഡ് ആണ്. കാരണം നമ്മൾ എന്തൊക്കെയോ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും നാഷണലിസം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഒരു നേഷനിൽ എന്തൊക്കെ വേണം?
ഓക്കെ. സോ ഒരു നേഷൻ ഫോം ചെയ്യണം, ഒരു നേഷൻ എന്ന് നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഏരിയ അവിടെ എന്തൊക്കെ വേണം? There should be a governing system, then there will be political powers, then there should be they should be free from outside interference, and there should be clearly maintaining and building up of some characteristic features like ethnicity, language, culture, religion, everything. So this all constitute a nation. ഒരു നേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് പാടില്ല. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നേഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഇമാജിനറി ലാൻഡ്, അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നു, പല സ്ഥലത്തും പല റൂളാണ്, ഇൻഡിപെൻഡൻ്റ് അല്ല, പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു. ആൻഡ് ബ്രിട്ടീഷേഴ്സ് കൺസിഡേർഡ് അസ് കോളനീസ്. നമ്മൾ എന്ത് ചെയ്ത കോളനീസ് എന്നാണ്, വി ആർ കൺസിഡേർഡ് ആസ് കോളനീസ്. ഓക്കെ, അവരുടെ ഒരു പവർ ഉണ്ടായിരുന്നു. സോ നമ്മളുടെ നാഷണൽ മൂവ്മെൻറ്റ്സിൽ, ഫ്രീഡം മൂവ്മെൻറ്റ്സിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം ടു ഫോം എ നേഷൻ സ്റ്റേറ്റ് വേണം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഗവേണിംഗ് സിസ്റ്റം വേണം എന്നൊക്കെയുള്ള ഡിമാൻഡുകളാണ് നമ്മൾ ഓരോ സെക്ഷനിൽ നമ്മൾ ഓരോ സെക്ഷൻ ഓഫ് മീറ്റിംഗ് വിത്ത് ബ്രിട്ടീഷേഴ്സിൽ നമ്മൾ വച്ചിരുന്നത്. സോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, റൈസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യയിൽ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ നാഷണലിസം ഫീലിംഗ് ആണ് എന്തിലോട്ട് നയിക്കുന്നത്? ഒരു ഫോർമേഷൻ ഓഫ് എ നേഷൻ, ഓൺനെസ്. ഓക്കെ, നമ്മളിപ്പം ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക്, ഓക്കെ, നമ്മൾക്ക് ഇപ്പം ഒരു റീജിയനിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എല്ലാ നാട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ആ ഒരു റീജിയന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു നാഷണലിസം ഫീലിംഗ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഡെഫിനിഷൻസും ഉണ്ട്, ഞാൻ എന്തായാലും നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ നേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ യൂറോപ്യൻ കൺട്രീസ് എത്രയുണ്ട്, യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ എത്ര കൺട്രീസ് ഉണ്ടെന്നുള്ളത് 50+6 ദേ ആർ നോട്ട് ഫുള്ളി ആയിട്ടല്ല, കുറച്ച് റീജിയൻസ് ആണ്. UN റെപ്രസെൻറ്റേഷനിൽ 44 നേഷൻസ് കൺട്രീസാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെ? റഷ്യ, ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഹംഗറി, സ്വിറ്റ്സർലാൻഡ്, ദെൻ ഗ്രീസ്, നെതർലാൻഡ്സ്, ഇങ്ങനെ കുറച്ച് കൺട്രീസ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു ഐഡിയ ആയിട്ട് പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ബുക്കിലെ ഫസ്റ്റ് ഒരു പിക്ചറുണ്ട്, അതിൻ്റെ അനലൈസേഷൻ സെക്ഷൻ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ നമ്മളുടെ ഫ്രെഡറിക് സൂറോ, ഹൂ ഈസ് എ ഫ്രഞ്ച് ആർട്ടിസ്റ്റ്, ഹിസ് ഡ്രീം ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതാണ്. അതായത് ഒരു നേഷൻ എങ്ങനെ ആയിരിക്കണം, ഒരു നേഷൻ എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ള, ഒരു നേഷൻ സ്റ്റേറ്റ് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസാണ് ആ ഒരു പർട്ടിക്കുലർ പിക്ചറിൽ നമുക്ക് കിട്ടുന്നത്. 4 പ്രിൻസ് ഉണ്ട്. ഫസ്റ്റിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണിക്കുന്നുണ്ട്. സെക്കൻഡിൽ ഓരോ നേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലാഗും കോസ്റ്റ്യൂംസും ആണ്. തേർഡിലാണ് അത്. സെക്കൻഡിൽ ഏജ് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൊളാപ്സാണ് കാണിക്കുന്നത്, ലൈക്ക് മൊണാർക്കി, ഫ്യൂഡലിസം. ഇതെല്ലാമാണ് മനുഷ്യനെ എന്ത് ചെയ്യാൻ സമ്മതിക്കാത്തത്. ഇതാണ് മനുഷ്യനെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നതും ഒരു നേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ സമ്മതിക്കാതിരുന്നതും. സോ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിസ്ട്രക്ഷനാണ് ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്നത്. Then we have God and saints who are blessing or supporting us. So this is about that figure. ആ ഫിഗർ അനലൈസേഷൻ നടത്തണം, അത് വായിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്ലീസ് ഗോ റെഫർ ഇറ്റ്. ദെൻ സ്റ്റാർട്ടിങ് വിത്ത് ദ തിങ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ ഇസ് ദ മദർ ഓഫ് അവർ റെവല്യൂഷൻ, or it is a basic foundation for all revolution. ഫ്രഞ്ച് റെവല്യൂഷനിലെ ആശയങ്ങൾ വന്നതോടുകൂടിയാണ് പീപ്പിൾസ് വേറൊരു എന്താ പറയുക കൺസെപ്റ്റിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. വി നീഡ് എ സെപ്പറേറ്റ് തിങ്, വി ആർ ഫ്രീ, വി നീഡ് എ ഗവൺമെൻറ് സിസ്റ്റം ദാറ്റ് വുഡ് ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു എവറി വൺ. ഇങ്ങനെയുള്ള ഡിമാൻഡൊക്കെ വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷന് ശേഷമാണ്. സോ ഹൗ ഫ്രഞ്ച് റെവല്യൂഷൻ ക്വിക്ക് സ്റ്റാർട്ടഡ് the demand for nations, building of nation state and the emergence of nationalism ഉള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക് ടെർമിനോളജി കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് പോകാം. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് ഹെഡിങ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് നേഷൻ. വൈ ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷൻ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടായിരിക്കും. 1789 സ്റ്റാർട്ട് ചെയ്തു. ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് വിത്ത് ദ സ്ലോഗൻ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടർനിറ്റി, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പിന്നെ
sahodariyatham. Fraternity means sahodariyatham. So these are the things that are expressed with French Revolution, and the thinkers like Voltaire, Montesquieu and Rousseau says that men is free but he is always in chain. So like that, so many things. Middle class uprising എന്ന് നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് ഫ്രാൻസിലായാലും എവിടെയായാലും ത്രൂ ഔട്ട് യൂറോപ്യൻ കൺട്രിയിൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിന് മാത്രമേ എന്തുള്ളൂ, പവർ ഹോൾഡ് ചെയ്യാനും പ്രിവിലേജസ് എൻജോയ് ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. ബാക്കിയുള്ള സെക്ഷൻസ് എന്ത് ചെയ്യുകയാണ്, അവർക്ക് വേണ്ടി അടിമയെ പോലെ പണിയെടുക്കുകയാണ്. സോ ദേ ഹാവ് ബീൻ ഇൻ ചെയിൻ ആൻഡ് ദേ ഹാവ് ടു ബ്രേക്ക് ദാറ്റ് ചെയിൻ. അതായിരുന്നു മോട്ടോ. ഏകദേശം അവർക്കത് സാധിക്കുകയും ചെയ്തു. Fall of Bastille, the prison that tortured so many people, അതിൻ്റെ ഒരു തകർച്ചയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ വിജയം എന്നൊക്കെ പറയാനായിട്ട്. അതിനുശേഷം പിന്നെ എങ്ങനെ തിരിച്ച് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു തിരിച്ചടിയായത് നെപ്പോളിയൻ്റെ വരവോടുകൂടിയാണ്. നെപ്പോളിയൻ തിരിച്ചു വന്നു 1804. അവിടെ തൊട്ട് നെപ്പോളിയൻ്റെ ഡിഫീറ്റ് വരെ പിന്നെയും ഫ്രാൻസിൽ എന്തുമായിരുന്നു, മൊണാർക്കി ആയിരുന്നു. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രാൻസിലൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടുവരാൻ പീപ്പിൾ ശ്രമിച്ചുവെങ്കിലും നെപ്പോളിയൻ്റെ വരവോടുകൂടി അത് ഇല്ലാതായി. പിന്നെയും മൊണാർക്കി വന്നു. പക്ഷേ നെപ്പോളിയൻ കുറച്ച് കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ കുറച്ച് മാറ്റം വരുത്തി. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ് നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്ത യുദ്ധം ഏതാണെന്ന് അറിയാം, 1850 വാട്ടർലൂ ബൈ ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്, ബിക്കോസ് യു ഹാവ് ആൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ഫ്രഞ്ച് റവല്യൂഷൻ. സോ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു റെഫറൻസോട് കൂടിയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഫ്രഞ്ച് റവല്യൂഷൻ ഹാഡ് ട്രാൻസ്ഫോംഡ് France in politically, and also there were many constitutional changes. So their monarchy to sovereignty, ഇതായിരുന്നു basic change, and people constituted and shaped the destiny because the estates were banned. People are now free. Middle class uprising. So ഫ്രഞ്ച് റവല്യൂഷന് കൊണ്ടുവരാൻ വേണ്ടി 2 ഐഡിയാസാണ് അവർ എടുത്തത്. അതായത് ഒരു ഓൺനെസ് ഫീൽ ചെയ്യിക്കാൻ 2 ഐഡിയാസ് ഉണ്ട്. ഒന്ന് ദ ഫാദർ ലാൻഡ്, അതിന് ഫ്രാൻസിൽ പറയുന്നത് ഡി പാറ്റർ, ദ ഫാദർ ലാൻഡ്. നമുക്കിപ്പോൾ മദർ ലാൻഡ് നമ്മളുടെ ദേശമാണെന്ന് പറയുന്ന കണക്ക് ഈ കൺട്രി അല്ലെങ്കിൽ ഈ റീജിയൻ നമ്മളതാണെന്ന് എന്നുള്ളൊരു തോന്നൽ. രണ്ടാമത്തത് ലീ സിറ്റോയൻ മീൻസ് സിറ്റിസൺ. വി ആർ സിറ്റിസൺ, നമ്മൾ സിറ്റിസൺ ആണ്. വി ആർ പീപ്പിൾ, നോട്ട് വി ആർ ലൈക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ, വി ഓൾ ആർ ഈക്വൽ. സോ ആ ഒരു കൺസെപ്റ്റുകളെല്ലാം കൂടെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇഫക്റ്റിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് റോയൽ ഫ്ലാഗ് മാറ്റി അവിടെ ട്രൈ കളർ ഫ്ലാഗ് വരുന്നുണ്ട്. പിന്നെ എസ്റ്റേറ്റ് ജനറൽ മാറ്റി നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എസ്റ്റേറ്റ് ജനറൽ? എസ്റ്റേറ്റ് ജനറൽ മീൻസ് ദ കിങ് ഇസ് ദ ഹെഡ് ഓഫ് ദ അസംബ്ലി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസംബ്ലി, ഓർ കിങ് ഈസ് ദ ഹെഡ് ഓഫ് ദാറ്റ് സെനറ്റ്, ആൻഡ് ദർ വിൽ ബി 3 estate: clergy, nobles and commoners. The commoners have no say in that section. The king can call and dismiss the section, and nobles and clergy enjoy special privileges. Apart from this, വിമണിന് അവിടെ ഒരു പാർട്ടിസിപ്പേഷനോ ഒന്നുമില്ലായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷനിൽ വിമണിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഫ്രീഡം കൊടുത്തിരുന്നില്ല. സോ ഈ എസ്റ്റേറ്റ് ജനറൽ മാറ്റി ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റേറ്റും ശേഷം എസ്റ്റേറ്റ് ജനറൽ മാറ്റി എന്താക്കി? നാഷണൽ അസംബ്ലി ആക്കി. നാഷണൽ അസംബ്ലി മീൻസ് അസംബ്ലി ഓഫ് പീപ്പിൾ. അപ്പം 3 ഗ്രൂപ്പ്, 3 തട്ട് ഓഫ് ആൾക്കാരവിടെ ഇല്ല, ഒറ്റ ഗ്രൂപ്പാണ് എന്താണ് പീപ്പിളായി. അതുമാത്രമല്ല ഡിഫറെൻറ്റ് ഓത്ത്, പിന്നെ സോൾജിയേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. സോൾജിയേഴ്സിന് പിന്നെ നായകന്മാരായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് എന്തുവാണ് പാട്രിയോട്ടിക് സോങ്സ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തു. ന്യൂ ഹൈംസ് ആൻഡ് ഓത്ത്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത്. ഇത് മാത്രമല്ല, എക്കണോമിക് സൈഡിൽ നോക്കിയാൽ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂസും ഒരു റിലാക്സേഷൻ വന്നു. അതായത് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ടാക്സ് ആണ്. അതിൽ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ് വരുമ്പോഴത്തേക്കും ഇൻസൈഡ് എ റീജിയൻ അല്ലെങ്കിൽ ഇൻസൈഡ് കൺട്രിയിൽ ട്രേഡ് നടത്തുന്നതിനുള്ള കസ്റ്റം ടാക്സ് നിർത്തലാക്കി. പിന്നെ ഡ്യൂസ് ഉള്ളതൊക്കെ വേണ്ടാന്ന് വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി എന്തിൽ വന്നു?
നമ്മളുടെ എൻ്റെ ഇതിൽ വന്നു. ഓക്കെ, സോ എപ്പാർട്ട് ഫ്രം ദിസ് വി ഹാവ് നമ്മളൊരു കൺട്രി എടുക്കുമ്പോൾ അവിടെ ഒരു ലാംഗ്വേജിൻ്റെ പ്രിഫറൻസും കൂടെ കൊടുക്കണം. സോ കോമൺ ലാംഗ്വേജ് സിസ്റ്റം കൊണ്ടുവന്നു. കോമൺ ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ദാറ്റ് ഈസ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇൻ ദ പാരീസ് ഏരിയ ബിക്കെയിം ദ കോമൺ ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് റീജിയണൽ വെറൈറ്റി ഹാസ് റിജക്റ്റഡ്. റീജിയണൽ വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് മലയാളമില്ലേ നമ്മുടെ അച്ചടി ഭാഷ എന്ന് പറയുന്നത്, അതെല്ലാം നമ്മളുടെ ഓരോ റീജിയണിലും നമ്മൾ ഓരോ ഫോം ഓഫ് ലാംഗ്വേജ്, ഫോം ഓഫ് മലയാളം യൂസ് ചെയ്യുന്നില്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ സംസാരിക്കുന്ന മലയാളമാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് മലയാള ലിപിയുണ്ട്. ഓക്കെ, ദാറ്റ് വി ആർ അക്സെപ്റ്റഡ് ആസ് എ കോമൺ ലാംഗ്വേജ്. അതുപോലെ അവിടെ എന്താണ്, ഫ്രഞ്ചിൻ്റെ വെറൈറ്റി ഓഫ് റീജിയണൽ ഡയലക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കോമൺ ആയിട്ടുള്ളത് നാഷണൽ ലാംഗ്വേജ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏരിയ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. സോ ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഫ്രാൻസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. സോ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ എസ്റ്റേറ്റ് ജനറൽ മാറി നാഷണൽ അസംബ്ലി ആയത് തന്നെയാണ്. പിന്നെ ആഫ്റ്റർ ദിസ് ഫ്രഞ്ച് പീപ്പിൾ അപ്പോൾ കരുതിയിരുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സേവ് അതർ യൂറോപ്യൻ പ്ലേസസ്. ദാറ്റ് ഈസ് അത്രയും നാൾ വരെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് ഫ്രഞ്ച് പീപ്പിൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ ഒരു റവല്യൂഷന് ശേഷം അവർ വിചാരിച്ചു ചുറ്റുമുള്ള നമ്മളുടെ യൂറോപ്യൻ കോണ്ടിനുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം മൊണാർക്കിയിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്വേച്ഛാധിപത്യത്തിലാണ്. അതിനൊരു വേർഡ് നിങ്ങളതിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്പോട്ടിസം. ഡിസ്പോട്ടിസം ആണ് ആ വേർഡ്. ഡിസ്പോട്ടിസം മീൻസ് സ്വേച്ഛാധിപത്യം. ദ പവർ ഈസ് യൂസ്ഡ് ബൈ ദ പവർ ഹോൾഡേഴ്സ് ഇൻ എ ക്രൂവൽ ആൻഡ് അഗ്രസീവ് വേ. ഓക്കെ, അടക്കി വാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോമിലാണ് നമ്മൾ ഡിസ്പോട്ടിസം പറയുന്നത്. സോ ഫ്രഞ്ച് പീപ്പിൾ പിന്നെ വിചാരിക്കുന്നത് എന്തുവാണ്, വി ഹാവ് ടു സ്പ്രെഡ് അവർ ഐഡിയാസ് ഓഫ് ദ റിവല്യൂഷൻ. നമ്മൾ ഈ കൊണ്ടുവന്ന മാറ്റങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യണം, അതർ റീജിയനിലോട്ടും കൂടെ സ്പ്രെഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, അവർക്കും ഇതുപോലെ നാഷണലിസം എമർജ് ചെയ്തിട്ട് അവർക്കും അവരുടെ റീജിയനിൽ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി കൊണ്ടുവരാം. സോ അതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആഫ്റ്റർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ആർമി ഒരുപാട് സ്ഥലത്ത് സ്പ്രെഡായി, ഒരുപാട് റീജിയനിൽ പോയി. അവരോടൊപ്പം അവർ കൊണ്ടുപോയത് എന്തും കൂടെയാണ്, അവരുടെ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ ഐഡിയാസുമാണ്. അതെന്ത് ചെയ്യാൻ തുടങ്ങി, സ്ലോലി നൈബറിങ് പാർട്ടിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ടൊക്കെയാണ് ഇറ്റലി, ഹോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സോ ദ ഐഡിയ ഓഫ് നാഷണലിസം ആൻഡ് നീഡ് ഫോർ എ better governing system, freedom, equality, everything spreaded from France to neighboring part. ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ്. ഹൗ നാഷണലിസം ഫീലിംഗ് ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം വെയർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് സ്പ്രെഡ്. സോ ഇത്രയായപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഞാനൊരു കുറച്ച് സെക്ഷനും കൂടെ എടുക്കും, അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റ്. ദെൻ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഉണ്ടായ രണ്ട് മേജർ മാറ്റങ്ങളുണ്ട്. അത് പിന്നെ നമ്മൾ നെപ്പോളിയൻ്റെ കാര്യത്തിലും ഡിസ്കസ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഒരു യൂണിഫോം മെഷർമെൻറ്റ്സ് ഫോർ വെയ്റ്റ് കൊണ്ടുവന്നു. വെയ്റ്റ് ആൻഡ് ഫോർ മെഷർമെൻറ്റ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു. പിന്നെ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഓക്കെ, പിന്നെ ഈ എസ്റ്റേറ്റ് പാർലമെൻറ്റ് മാറി നാഷണൽ അസംബ്ലി വന്നില്ലേ ഫ്രാൻസിൽ, അത് ലൂയിസ് 14 എതിർത്തിരുന്നു. അപ്പോഴത്തെ കിങ് എതിർത്തിരുന്നു. കാരണം കിങ്ങിൻ്റെ പവർ അവിടെ എന്ത് ചെയ്യുവാണ്, ലിമിറ്റ് ചെയ്യുവാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കാൻ മറന്നുപോയതാണ്. സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. ആൻഡ് ആഫ്റ്റർ ദിസ് we have Napoleon. Okay, Napoleon part. What role did Napoleon played? So we know that after 1804 the system of government was changed back to monarchy while Napoleon ruled the entire region. But the major thing is that he has introduced some of the systems in administrative space. Okay, so he has introduced a civil code that is called Napoleonic Code of 1804.
നെപ്പോളിയോണിക് കോഡിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങളിൽ പുള്ളിക്കാരൻ മാറ്റങ്ങൾ കൊണ്ടുവന്നു അഡ്മിനിസ്ട്രേറ്റീവ് പീരീഡിൽ. അത് ഒന്നെന്ന് പറഞ്ഞാൽ he abolished all privileges based on ബർത്തുമായിട്ട് ജന്മം കൊണ്ട് കിട്ടുന്ന പ്രിവിലേജസ്. ബിക്കോസ് ആ കാലത്ത് നൊബിലിറ്റിക്ക് പ്രിവിലേജസ് കൂടുതലാണ്, ക്ലർജിക്ക് പ്രിവിലേജസ് കൂടുതലാണ്. അത്തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. സെക്കൻഡ് വൺ, ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവരും എന്താണ്? ലോയ്ക്ക് മുന്നിൽ ഈക്വലാണ്. then there will be no noble, no clergyman, no king or queen, so everyone is equal before law. അത് മെയിൻറ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് തിങ് ഇസ് റൈറ്റ് ടു പ്രോപ്പർട്ടി. എനിക്ക് പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ട്. കാരണം മുമ്പത്തെ കാലത്ത് ഏറ്റവും ലോവർ സ്ട്രാറ്റയിലാണ് ആര് വരുന്നത്? പെസൻസ് വരുന്നത്. പെസൻസിനൊന്നും ലാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവർക്ക് ലാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. പെസൻസ് വർക്ക് ചെയ്യുന്നത് റെൻറ്റഡ് ഫാം ഒരു നോബിളിൻ്റെ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഹയർ പീപ്പിളിൻ്റെ നിന്ന് റെൻറ്റിലെടുത്തിട്ട് അവിടെയാണ് പണി ചെയ്യുന്നത്. അതിൽ നിന്നൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ആർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം, പർട്ടിക്കുലർ മാനിന് കൊടുക്കുകയും വേണം. സോ ഈ ഒരു കാര്യം മാറി എല്ലാവർക്കും ലാൻഡ് പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടായി. എപ്പാർട്ട് ഫ്രം ദിസ്, അദ്ദേഹത്തിൻ്റെ നെപ്പോളിയൻ, I think you are familiar with him. He tried to capture so many vast area of land. Okay, so in the neighboring land like Switzerland, Italy, Germany, he extended the Napoleonic Code. അതായത് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ അയാൾ എന്തൊക്കെ മാറ്റമാണോ കൊണ്ടുവന്നത് അത് ഫ്രാൻസിൽ മാത്രമല്ല നൈബറിങ് ആയിട്ടുള്ള കൈയടക്കി വെച്ചിരിക്കുന്ന ടെറിഷറീസിലും എന്ത് ചെയ്യാൻ തുടങ്ങി? സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അവിടെയും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ അബോളിഷൻ ഓഫ് സെർഫ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെസൻസ് വർക്ക് ചെയ്യുന്നതാണ്. അതൊരു സെർഫ്ഡം എന്ന് പറഞ്ഞ ഒരു സ്ലേവറി പോലെയാണ്. ആ ഒരു സംഭവം ആര് അബോളിഷ് ചെയ്തു? നെപ്പോളിയൻ അബോളിഷ് ചെയ്തു. എപ്പാർട്ട് ഫ്രം ദിസ് വി ഹാവ് ഗിൽഡ് റെസ്ട്രിക്ഷൻ റിമൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ടാക്സിൻ്റെ കാര്യത്തിലായാലും ചില പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പീപ്പിളിന് പർട്ടിക്കുലർ ഏരിയയിൽ സെയിൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ ആ ട്രേഡിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്തു. പിന്നെ വരുന്നത് മൊണോറിയൽ ഡ്യൂസും ഇതുപോലെ സെർഫ്ഡം പോലെയാണ്. അതായത് പെസൻസ് ലാൻഡ് ലോൺ റെൻറ്റഡ് ചെയ്താണ് പണി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എന്ത് ചെയ്തു? അങ്ങനെ പണിയെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചിലർക്ക് ഹാർവസ്റ്റ് മോശമാകുമ്പോൾ തിരിച്ച് പേ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാവുന്ന ഡ്യൂസൊക്കെ എന്ത് ചെയ്തു? ആ ഒരു ഡ്യൂസ് തൽക്കാലത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു. നമ്മളുടെ ഇവിടെ കർഷക കടങ്ങൾ എഴുതി തള്ളുക എന്ന് പറഞ്ഞ് ചില പോളിസീസ് വരുമ്പോഴത്തേക്ക് അതുപോലെയുള്ള ഒരു മെത്തേഡാണ്. ദെൻ എപ്പാർട്ട് ഫ്രം ദിസ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പുള്ളിക്കാരെ എന്ത് ചെയ്തു? ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തു. സോ ഇതാണ് നെപ്പോളിയോണിക് കോഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഈവൻ ദോ ഫ്രാൻസ് is now under monarchical rule, he had implemented so many such type of thing and that have extended to the neighboring. So ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഒരുപാട് ന്യൂ ബിസിനസ്മാൻ, പെസൻസ്, ക്രാഫ്റ്റ് പേഴ്സൺ, ട്രേഡേഴ്സ് ഇവർക്കെല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, they supported this rule, this codes or this administrative reform they supported. Why? Because these are giving freedom to them. Okay, so എങ്ങനെ ഇത് നൈബേഴ്സ് കൺട്രീസിലുള്ള അല്ലെങ്കിൽ നൈബർ റീജിയനിൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ആൾ ഫ്രാൻസിന് ഇൻഡിപെൻഡൻസ് കിട്ടി. ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻ നിന്ന് റിമൂവ് ആയി, എക്സ്പെഷ്യലി ദ പെസൻസ് ക്ലാസ്. അതുകൊണ്ട് തന്നെ നൈബറിങ് റീജിയൻസ് ആദ്യം ഫ്രാൻസിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ നെപ്പോളിയൻ ഈ ടെറിഷറി റൂൾ ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരിച്ചിരുന്നത് ഓക്കെ, now we are getting a relief, we are getting some rights. സോ ഇങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ they want to pay tax, they want to work for them, forcefully they have to join the army of France. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ വരുമ്പം ആര് പിറകിലോട്ട് പോകും? നെയ്ബറിങ് കൺട്രീസ് ലൈക്ക് ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് അതുപോലെയുള്ള കൺട്രീസ് എന്ത് ചെയ്യും? തിരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വി വാണ്ട് ഫ്രീഡം ആൻഡ് എവറിത്തിങ്, ബട്ട് വി വാണ്ട് കംപ്ലീറ്റ് ഫ്രീഡം, നോട്ട് ലിമിറ്റഡ് ഫ്രീഡം. ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്തും.
സെയിം അസ് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നു. നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി, ഒരുപാട് ഇൻഹ്യൂമൻ പ്രാക്ടീസസ് മാറി, സതി, അത് കണക്കാണ് ഫീമെയിൽ എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുത്തു, ന്യൂ സ്കൂൾസ് ആൻഡ് കോളേജസ് വന്നു, എല്ലാം ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ, ബട്ട് വി ഹൗ ടു പേ ഫോർ ഇറ്റ്. ആ ഒരു കാര്യം നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ നിന്ന് കംപ്ലീറ്റ് ഫ്രീഡം പിടിച്ചു വാങ്ങിയത്. സോ അതേ ഒരു സെയിം കണ്ടീഷൻ ആയിരുന്നു ഇത്. Okay, so we are independent region, we want our own freedom. So what you paid us is enough, it is good, but we want our freedom. അങ്ങനെയുള്ള കൺസെപ്റ്റ് എങ്ങോട്ട് വരാൻ തുടങ്ങി? ഈ ഇൻഡിപെൻഡൻറ്റ് റീജിയൻസിലോട്ട് വരാൻ തുടങ്ങി. സോ ഇതാണ് നെപ്പോളിയൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതിൽ. പിന്നെ apart from this we are going to discuss about എങ്ങനെ ബാക്കിയുള്ള കൺട്രീസിൽ ഇതെങ്ങനെ നാഷണലിസം എങ്ങനെ എമർജ് ചെയ്യുന്നതാണ് ഇനിയുള്ള സെക്ഷനിൽ നോക്കേണ്ടത്. ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഹെഡിങ് ഇനിയാണ് വരുന്നത്. ഹൗ ഇറ്റ് ഈസ് റൈസ്ഡ് ഫ്രം ഫ്രഞ്ച് റെവല്യൂഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നൈബറിങ് റീജിയനിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെവല്യൂഷൻസ് നടക്കുന്ന സമയത്ത് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻറ്റ് മാത്രമാണ്, അവിടെ കുറേ സ്കാറ്റേർഡ് റീജിയൻസും ഉണ്ട്. അതൊന്നും നേഷൻ സ്റ്റേറ്റ്സ് ആയിരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. റെവല്യൂഷൻ ശേഷമാണ് അവിടെ ഒരു ബൗണ്ടറി വേർതിരിവുണ്ടാവുന്നതും. ദിസ് ഇസ് ജർമ്മനി, ദിസ് ഇസ് ഇറ്റലി, ദിസ് ഇസ് ഫ്രാൻസ്, ദിസ് ഇസ് ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നതും ദിസ് റെവല്യൂഷന് ശേഷമാണ്. ഓക്കെ, ഹൗ ദിസ് നേഷണലിസം അല്ലെങ്കിൽ നേഷൻ ഫീലിംഗ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് എൻഡ്സ് ദ സെക്ഷൻ. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. മേക്ക് ക്ലിയർ ദ പോയിൻറ്റ്സ്. ഞാനിത് മലയാളത്തിൽ കൂടുതൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഹൗ ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൽ എങ്ങനെ നാഷണലിസം സ്റ്റാർട്ട് ചെയ്തു. ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്, പക്ഷേ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. പിന്നെ 3 ടൈപ്പ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലിബറൽസ് ഉണ്ട്, ദെൻ വി ഹാവ് കൺസർവേറ്റീവ്സ്, ദെൻ വി ഹാവ് റെവല്യൂഷണറീസ്. ഇങ്ങനെ 3 സെക്ഷനിലാണ് നാഷണലിസം യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് നോക്കുന്നുണ്ട്, പിന്നെ മേക്കിംഗ് ഓഫ് ഇറ്റലി ആൻഡ് ഗ്രീക്ക്. സോ ഇറ്റലിയും ഇതും എങ്ങനെ ഒരു നേഷനിലോട്ട് വന്നു. പിന്നെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഒരു നേഷൻ ഫോം ചെയ്താൽ അവിടെ പിന്നെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ സിംബൽ, സ്റ്റാച്യൂസ് അങ്ങനെയൊക്കെ വരും. സോ ആ ഒരു കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് എൻഡ്സ് സെക്ഷൻ. ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മീ ഇൻ പേഴ്സൺ ഓർ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാലും. ഓക്കെ, താങ്ക് യു.